സാർ ഇപ്പോൾ ഒരുപാട് ബിസിനസ് ഫേമുകളെ കൺസൾട്ട് ചെയ്യാൻ പോയിട്ടുണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ പ്രധാന ഒരു ചലഞ്ച് എന്താണ് ഫേസ് ചെയ്യുന്നത്? ഇപ്പം കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പം നോളജുകൾ ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള നോളജ് ഇവർക്ക് ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഇവർ ബിസിനസ്സിലിരിക്കുമ്പോൾ എന്തായാലും കിട്ടുന്നുണ്ടാവും. ഇത് കൂടാതെ നമ്മളുടെ ബിസിനസ് സ്റ്റഡി അനുസരിച്ച് നമ്മുടെ അനാലിസിസിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള വീണ്ടും ഇവർക്ക് അറിവ് കിട്ടുന്നുണ്ട്, നോളജ് കിട്ടുന്നുണ്ട്, എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആക്ച്വലി ഇഷ്യൂ വരുന്നത് അല്ലെങ്കിൽ ചലഞ്ച് ഫേസ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോഴാണ്. ഈ ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോഴത്തേന് ഇവർക്ക് റൈറ്റ് ആയിട്ടുള്ള റിസോഴ്സസ്, അതുപോലെ തന്നെ ഇവർ ഡെയിലി ഫയർ ഫൈറ്റിങ്ങിൽ നിന്ന് മാറണം. അപ്പം മാറ്റി ഇവരെ പഴയ രീതിയിൽ നിന്ന് പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സമയത്തോട് ഒരു ഇതുണ്ട്. രണ്ടാമത്തെ എന്നാന്ന് വെച്ചാൽ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തണം എന്ന് പറയുന്ന പോലെയാണ്. ഇതൊരു ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് അല്ല, ഒരു സംഭവമല്ല. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രോസസ്സിൽ വിശ്വസിക്കണം. യു നീഡ് ടു ട്രസ്റ്റ് ദ പ്രോസസ്സ്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. രണ്ടാമത് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ക്ഷമയും കൂടെ അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് പ്രോസസ്സ് ചേഞ്ച് മാനേജ്മെൻറ്റാണ്, പ്രോപ്പർലി ചേഞ്ച് ആണല്ലോ. ഈ ചേഞ്ച് പ്രോപ്പർലി വരികയും അവിടെ കൃത്യമായിട്ടുള്ള സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ നടക്കുകയും കൃത്യമായിട്ട് അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യും, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. സോ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ്. ആ കൺസൾട്ടിങ് കഴിയുന്നതോട് ഇത് തീരുന്നില്ല. യു നീഡ് ടു കണ്ടിന്യൂ ദ പ്രോസസ്സ്. ഇവർ പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പഴയ ഇതിലേക്ക് പോകരുത്.